ഈ പറയുന്ന കല്യാണത്തിനോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിനോ ഒന്നും എതിരായിട്ടുള്ള ഒരാളല്ല ഞാൻ, എതിരഭിപ്രായങ്ങളുള്ള ഒരാളല്ല. ഞങ്ങളും ആക്ച്വലി മാരീഡ് ചെയ്തിട്ടില്ല, ഞങ്ങളും ഒരു ലിവിങ് ടുഗദർ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പം ഏകദേശം 6 വർഷത്തോളമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്കൊരു മോളും ഉണ്ട് ഇപ്പോൾ. സോ കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നി ഇപ്പം ശിവന് വരെ ഇതിനകത്ത് വന്നു. സോ ഈ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സ്ത്രീകളുടെ കൂടെ പോകാൻ ഉള്ള ഒരു ലൈസൻസും കൂടെയാണോ? കാരണം ഈ കല്യാണം കഴിച്ച വ്യക്തികൾ പല സ്ത്രീകളായിട്ടുള്ള ബന്ധമുള്ള ആളുകളുണ്ട്. ഇവിടെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട് വളർന്നിട്ടുണ്ട് പലതും. ആ സ്ത്രീകൾ അനുഭവിക്കുന്നതെല്ലാം ആ വീട്ടിൽ അവരത് അനുഭവിച്ച് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണോ നിങ്ങൾ പറയുന്ന അഭിപ്രായം? അതുപോലെ തന്നെ ശിവനെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന കാര്യത്തിൽ ശിവന് പാർവതിയായിട്ട് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞു. ശിവൻ എന്താ വേറെ ആളുകളായിട്ട് ബന്ധമില്ലായിരുന്നോ? എന്തുകൊണ്ട് ആ കല്യാണത്തിന് അവിടെ പ്രസക്തി ഇല്ലേ? അപ്പം ഈ ശിവ പാർവതി എന്ന് പറയുന്ന ആ സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പമാണ് ഈ മണ്ണിന്റെ ഈ സംസ്കാരത്തിന്റെ കുടുംബ ബന്ധത്തെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ. അപ്പൊ എന്തുകൊണ്ട് അതുപോലെ തന്നെ ശിവൻ വേറെ പെണ്ണുമായിട്ട് പോയിട്ടുണ്ട്, ആ പെണ്ണുമായിട്ടുള്ള പവിത്ര ബന്ധം സങ്കല്പം എന്ന് പറയുന്നത് ആ സമയത്ത് ആ ശിവൻ പോയ മറ്റൊരു സ്ത്രീയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെ വാവര ഉണ്ടായത്? ശിവന്റെ മകനാന്ന് പറയുന്നുണ്ട് വാവര്. നിങ്ങൾ പറയുന്നു ശിവ അല്ല, ഒരു മിനിറ്റ്, ശിവനും പാർവതി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ആര് പറഞ്ഞതാ? ഈ വേറെ സ്ത്രീകൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ശിവനും പാർവതി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞ അതേ പുസ്തകങ്ങളാണ് ശിവനും പാർവതി അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നവരാണ്, 6 കൊല്ലമായി 6 വർഷമായി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു. നിങ്ങൾ ലിവിങ് ടുഗദർ ഇദ്ദേഹത്തിനെ പോലെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അങ്ങനെ ജീവിക്കുന്നത്, അതോ നിങ്ങൾക്ക് നിയമപരമായി കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? കല്യാണം കഴിക്കാൻ പറ്റാത്തത് വേറെ വിഷയമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണം ലീഗലൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാത്തവരാണോ, അതോ നിലപാട് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു നിയമം വന്നിട്ടില്ല. അതാണ് വസ്തുത. കാര്യം പറയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.